യുദ്ധഭൂമിയിൽ നാം ശത്രുവിൻ്റെ ബലമറിഞ്ഞ് തന്നെ കളിക്കണം. ഇവിടെ നമ്മുടെ എതിരാളി എന്ന് പറയുന്നത് PSC പരീക്ഷകളാണ്. PSC പരീക്ഷ ഇടുന്ന ചോദ്യകർത്താവിന് പല ബലഹീനതകളുണ്ടായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റാങ്കിലേക്ക് എത്താൻ സാധിക്കും. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം PSC പരീക്ഷകൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആയി എന്നല്ല. പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റാങ്ക് കിട്ടിയിരിക്കും. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും PSC പരീക്ഷകൾക്കുള്ള ഒരു കോമൺ എലമെന്റ് കേരള PSCയിലുണ്ട്. കാര്യം അവർ സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്നും ചോദ്യങ്ങൾ മോഷ്ടിക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്കിവിടെ ചോദിക്കാറുണ്ട്. സോ UPSC ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്ക് കിട്ടും. ഞങ്ങളുടെ ഡിഗ്രി ലെവൽ അഫോർഡബിൾ ബാച്ചസിലും ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സിവിൽ സർവീസ് നിലവാരത്തിൽ, എന്നാൽ അധികം ഡിഫിക്കൽട്ട് ആക്കാത്ത രീതിയിൽ, ഏത് കൊച്ചു കുഞ്ഞിനെ മനസ്സിലാവുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ക്ലാസ്സസ് എടുക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. കണ്ടാൽ ഒരു ഉന്നത നിലവാരത്തിലുള്ള ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. കാലിഫോർണിയ, സെൻട്രൽ ചില്ലി അല്ലെങ്കിൽ ആഫ്രിക്കയുടെ സദേൺ ടിപ്പ്, ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള ക്ലൈമറ്റ്, കാലാവസ്ഥയാണ് കാണുന്നതെന്നാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പൊതുവെ PSC ചോദിക്കാറില്ല. പക്ഷേ UPSCയിൽ ഇത് സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളൊന്നാണ്. അടുത്ത കാലത്ത് PSC പരീക്ഷയിൽ വന്ന ഈ ചോദ്യം UPSCയുടെ കമ്പൈൻ ഡിഫൻസ് സർവീസ് CDS എന്ന് പറയുന്ന പരീക്ഷയിലും വന്നിട്ടുണ്ട്. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. സോ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സിവിൽ സർവീസസിന്റെ ചോദ്യങ്ങൾ മാത്രമല്ല, UPSC നടന്ന കമ്പൈൻ ഡിഫൻസ് സർവീസ് പോലെയുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യണം. ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് പലപ്പോഴും UPSC ചോദ്യങ്ങളും PSC ചോദ്യങ്ങളും പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തരത്തിൽ വളരെ സ്ട്രാറ്റജിക്കായി റാങ്ക് ഉറപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും 10th+2 ലെവൽ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ തന്നെ ആഴത്തിൽ പഠിക്കാം, ആസ്വദിച്ച് പഠിക്കാം.